ഹായ് എവരി വൺ വെൽക്കം. ഐ എം സുബി. ഇന്നത്തെ എൻ്റെ ക്രോഷ്യ പ്രോജക്റ്റ് ഒരു പാലപ്പൂവാണ്. അതായത് പ്ലുമേറിയ എന്ന് പറയുന്നൊരു ഫ്ലവറാണ് കേട്ടോ. പാലപ്പൂ അപ്പോൾ നമുക്ക് കേരളത്തിലൊക്കെ അത്യാവശ്യം നന്നായി കാണാൻ പറ്റുന്നൊരു പൂവാണ്. നമുക്കിത് ഹെയർ ക്ലിപ്പൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഡെക്കറേറ്റീവ് ആയിട്ടായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനൊരു 2.5 mm ഒരു ഹുക്കാണ് എടുത്തിട്ടുള്ളത്. വൈറ്റ് കളറിൽ മിൽക്ക് കോട്ടൺ ഞാനാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സ്ലിറ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ചെയിൻ സ്റ്റിച്ചാണ് വേണ്ടത്. 11 ചെയിൻ സ്റ്റിച്ചാണ് ഞാനിവിടെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പം ചെയിൻ സ്റ്റിച്ച് ഇടുമ്പോൾ ശ്രദ്ധിക്കുക, അതിൻ്റെ എല്ലാ ചെയിനുകളും ഒരേ സൈസിൽ തന്നെ വരാനായിട്ട് നോക്കണം കേട്ടോ. അടുപ്പം കൂടുതലുള്ളതും എന്നാൽ കുറച്ച് നീളത്തിലുള്ളതും അങ്ങനത്തെ ഒന്നും ചെയ്യരുത്. ഇനി ആദ്യത്തെ ചെയിന് നമുക്ക് സ്കിപ്പ് ചെയ്യാം. രണ്ടാമത്തെ സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ, നെക്സ്റ്റിൽ വീണ്ടും ഒരു സിംഗിൾ ക്രോഷേ ആൻഡ് ഹാഫ് ഡബിൾ ക്രോഷേ അടുത്ത സ്റ്റിച്ചിൽ. അടുത്തതിൽ വീണ്ടും ഒരു ഹാഫ് ഡബിൾ ക്രോഷേ, പിന്നെ ഡബിൾ ക്രോഷേ, അടുത്ത സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷേ ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. സോ ഒരു സ്റ്റിച്ചിൽ തന്നെ നമുക്ക് 2 ഡബിൾ ക്രോഷേ ഒരുമിച്ച് ചെയ്യാം. ഡബിൾ ക്രോഷേ ഇൻക്രീസ്. അടുത്ത സ്റ്റിച്ചിൽ നമുക്കൊരു ട്രിപ്പിൾ ക്രോഷയാണ് ചെയ്യുന്നത് കേട്ടോ. അതായത് യാണിന് ഹുക്കിൽ 3 തവണയാണ് ചുറ്റുന്നത് കേട്ടോ. ട്രിപ്പിൾ ക്രോഷേ, ഒന്ന് രണ്ട് തവണ എൻ്റെ കയ്യിൽ നിന്ന് അത് അഴിഞ്ഞു പോയി. ഇനി സെയിം സ്റ്റിച്ചിൽ തന്നെ ഡബിൾ ട്രിപ്പിളാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു തവണ കൂടെ എക്സ്ട്രാ നമുക്ക് ഒന്നുകൂടിയും യാണിനെ ഹുക്കിൽ ചുറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പുൾ ത്രൂ ചെയ്യുമ്പോൾ 4 തവണ നമുക്ക് പുൾ ത്രൂ ചെയ്യാനായിട്ട് ഉണ്ടാവും. അപ്പോൾ ഒരു സ്റ്റിച്ചിൽ തന്നെ ഒരു ട്രിപ്പിൾ ക്രോഷയും ഒരു ഡബിൾ ട്രിപ്പിൾ ക്രോഷയാണ് നമ്മൾ ചെയ്തത്. അടുത്ത സ്റ്റിച്ചിലായിട്ട് ഒരു ഡബിൾ ട്രിപ്പിൾ ക്രോഷേ, ഇപ്പോൾ ഒരു ഡബിൾ ട്രിപ്പിൾ ക്രോഷയാണ് ചെയ്യുന്നത്. ഒരു തവണ ചുറ്റുന്ന പോലെയല്ല, 2-3 പ്രാവശ്യമൊക്കെ ചുറ്റിയിട്ട് എടുക്കുമ്പോൾ ഇങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങൾ, അഴിഞ്ഞു പോകുന്ന പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഡബിൾ ട്രിപ്പിൾ ക്രോഷേ എന്ന് പറയുമ്പോൾ യാൺ ഓവർ ചെയ്തിട്ട് പുൾ ത്രൂ ചെയ്യുമ്പോൾ 4 തവണ നമുക്ക് ചെയ്യേണ്ടി വരും. ഇനി ആ സെയിം സ്റ്റിച്ചിൽ തന്നെ ഒരു ട്രിപ്പിൾ ക്രോഷേ കൂടെ ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷേ, നെക്സ്റ്റ് ലാസ്റ്റ് സ്റ്റിച്ചാണ്. അവിടെ നമുക്ക് 2 ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യാം. 2 എണ്ണം ചെയ്യണം ഒരു സ്റ്റിച്ചിൽ തന്നെ കേട്ടോ. ഇൻക്രീസ് ആണ്. രണ്ട് ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യുന്നു. ഇനി അടുത്ത സൈഡിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുവരെ ചെയ്തതിൻ്റെ റിവേഴ്സാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷേ ചെയ്യാം. ഇനി അടുത്ത സ്റ്റിച്ചിൽ നമുക്ക് ഒരു ഡബിൾ ട്രിപ്പിൾ ക്രോഷേ, അതുപോലെ ഒരു ട്രിപ്പിൾ ക്രോഷേ ആണുള്ളത്. അപ്പോൾ ആദ്യം ട്രിപ്പിൾ ക്രോഷേ ചെയ്യാം. സ്റ്റിച്ച് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ആദ്യം തന്നെ ഒരു ട്രിപ്പിൾ ക്രോഷേ, സെയിം സ്റ്റിച്ചിൽ തന്നെ ഒരു ഡബിൾ ട്രിപ്പിൾ ക്രോഷേ കൂടെ ചെയ്യാം.
ഇനി അടുത്ത സ്റ്റിച്ചിൽ ഒരു ഡബിൾ ട്രിപ്പിൾ ക്രോഷേ അതുപോലെ തന്നെ ഒരു ട്രിപ്പിൾ ക്രോഷേ. അപ്പോൾ ഇപ്പുറത്ത് നമ്മൾ ഇങ്ങനെയാണോ ചെയ്തതിന് നേരെ റിവേഴ്സാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഒരു ഡബിൾ ട്രിപ്പിൾ ചെയ്യുന്നു, പിന്നെ അതിൻ്റെ കൂടെ ഒരു ട്രിപ്പിൾ ക്രോഷയും കൂടി സെയിം സ്റ്റിച്ചിൽ തന്നെ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഡബിൾ ക്രോഷേ ഇൻക്രീസ് ചെയ്യാം അടുത്ത സ്റ്റിച്ചിൽ കേട്ടോ. 2 ഡബിൾ ക്രോഷേ ഒരു സ്റ്റിച്ചിൽ തന്നെയാണ് നമുക്ക് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഒരു ഡബിൾ ക്രോഷേ ഒറ്റയ്ക്ക് അടുത്ത സ്റ്റിച്ചിൽ ഒരെണ്ണം മാത്രമായിട്ട് ചെയ്യാം കേട്ടോ. ഒരു ഡബിൾ ക്രോഷേ, ഇനി നമുക്ക് 2 ഹാഫ് ഡബിൾ ക്രോഷേ 2 സിംഗിൾ ക്രോഷേ ചെയ്യാം. അതായത് ഓരോ സ്റ്റിച്ചിൽ ഓരോന്നായിട്ട് കേട്ടോ, ഇൻക്രീസ് ഒന്നുമില്ല. 2 സ്റ്റിച്ചിലായിട്ട് 2 ഹാഫ് ഡബിൾ ക്രോഷേ, പിന്നെ അടുത്ത് വരുന്ന 2 സ്റ്റിച്ചിനകത്ത് 2 സിംഗിൾ ക്രോഷേ. വൈറ്റ് കളർ ആയതുകൊണ്ട് സ്റ്റിച്ചസ് കാണുന്നുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് സ്റ്റിച്ചിൽ കൂടെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു ഷേപ്പ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് 3 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ചൊന്ന് നീട്ടി പിടിച്ച് അതിനകത്തൂടെ നമുക്ക് വയർ ആഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, വയർ ആഡ് ചെയ്യുന്നു. ഇനി നമുക്ക് ആദ്യത്തെ സ്റ്റിച്ചിനെ സ്കിപ്പ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന നമുക്ക് എല്ലാ സ്റ്റിച്ചസിലും സിംഗിൾ ക്രോഷയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ മുകളിലേക്ക് ഒരു 3 ചെയിൻ സ്റ്റിച്ച് ഇട്ടു, അതിൽ ഒരെണ്ണം നമുക്ക് സ്കിപ്പ് ചെയ്ത് കളയാണ്. പിന്നെ നമുക്ക് 2 സ്റ്റിച്ച് അവിടെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ രണ്ടെണ്ണത്തിലും ഓരോ സിംഗിൾ ക്രോഷേ. കണ്ടോ, അപ്പോൾ അവിടെ തന്നെ 2 കിട്ടി. ഇനി നമുക്ക് ഇതുവരെ ചെയ്ത എല്ലാ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷേ വീതം വെച്ചങ്ങ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഞാനത് പറയുന്നില്ല, ഒരു വ്യത്യാസവും ഇല്ല. നമുക്ക് കുറച്ച് സ്റ്റിച്ചസ് ഉണ്ടല്ലോ അപ്പുറത്തെ അറ്റം വരെ വരുന്നത്, എല്ലാത്തിലും സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ അവസാനം വരെ എത്തിയിട്ടുണ്ട്. ഇനി ആദ്യത്തെ സ്റ്റിച്ചിൽ ഹുക്കിനെ ഇൻസേർട്ട് ചെയ്ത് നമുക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ യാണിനെ എപ്പോഴും ആ ഒരു വയറുണ്ടല്ലോ അതിൻ്റെ ബാക്കിൽ കൂടെ പിടിക്കുക, എന്നിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഫ്ലവറിൻ്റെ പെറ്റൽ റെഡി ആയിട്ടുണ്ട്. ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക സേഫ്റ്റിക്കായിട്ട്. എന്നിട്ട് ഹുക്കിനെ യാണിനെ കുറച്ച് നീളത്തിൽ ഇങ്ങനെ വലിച്ചു വെച്ചിട്ട് കമ്പിയുടെ മുകളിൽ കൂടെ അതിനെ ചുറ്റി ഒരു നോട്ട് ഇട്ടിട്ട് വയ്ക്കുക. പിന്നെ അത് അവിടെ നിന്ന് അഴിഞ്ഞൊന്നും പോരില്ല. വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ആ യാണിനെ ആ കമ്പിയിലൊന്ന് ചുറ്റിയിട്ട് സെക്യൂർ ആക്കി വെക്കാം കേട്ടോ.
അപ്പോൾ ഇതുപോലുള്ള 5 പെറ്റൽസ് ഉണ്ടാക്കിയിട്ടുണ്ട്. പ്ലൂമറിയ ഫ്ലവറിന് 5 പെറ്റലാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം അതിന് നല്ലപോലെ നിവർത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ തന്നെ നമുക്ക് ഇതിനെ ചെറുതായിട്ടൊന്ന് ചൂടാക്കാം. നമുക്ക് ലൈറ്ററോ അല്ലെങ്കിൽ മെഴുതിരി എന്തെങ്കിലും കത്തിച്ചിട്ട് ഒന്ന് ചെറുതായി ചൂടാക്കാം. അപ്പോൾ ശ്രദ്ധിക്കുക, വൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ അതിനകത്ത് കരി പിടിക്കാതെ നോക്കണം, വേറെ കളർ പിടിക്കാതായിട്ട് ശ്രദ്ധിക്കണം. ചെറുതായിട്ടൊന്നിങ്ങനെ ഒരു പൊന്തി നിൽക്കുന്ന ലിൻറ്റ് പോലെ നിൽക്കുന്ന സംഭവങ്ങളൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്ട്രൈറ്റ്നർ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് സ്ട്രൈറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ കുറേ കൂടെ നമുക്കൊരു ഒറിജിനൽ ഫീല് കിട്ടാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ആ ഒരു ക്രോഷേ വർക്കൊക്കെ നന്നായിട്ടൊന്ന് പ്രസ്സായിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇത്രയും കൂടിയും നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട് അത് നമുക്ക് ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്തായിട്ട് നമുക്ക് പെറ്റൽസിൽ ചെറുതായിട്ടൊന്ന് കളർ ചെയ്ത് വെക്കാം കേട്ടോ. കാരണം അതിൻ്റെ സെൻറ്റർ പോർഷനിൽ ചെറിയൊരു ഓറഞ്ച് യെല്ലോ ഷെയ്ഡൊക്കെ വരുന്നുണ്ട്. പലതരത്തിലുള്ള ഫ്ലവേഴ്സ് ഉണ്ട്. ഇത് ചിലതിൽ കുറേ പോർഷൻ യെല്ലോ കാണാറുണ്ട്, ചിലതിൽ ഏറ്റവും നടുവിലത്തെ പോർഷനിൽ മാത്രമാണ് കുറച്ച് ഓറഞ്ച് യെല്ലോ കാണുന്നത്. അപ്പോൾ ഞാൻ അതുപോലെ ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്ത് ഞാൻ കുറച്ചൊന്ന് ഓറഞ്ച് ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. സ്കെച്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് പേസ്റ്റൽ ക്രയോൺസ് വെച്ചിട്ടോ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പെയിൻ്റ് ആയാലും പ്രശ്നമൊന്നുമില്ല, അത് വെച്ച് നമുക്ക് ചെയ്യാം. വാട്ടർ കളർ വെച്ചിട്ടായാലും നമുക്ക് ചെയ്യാം. ഇനി ഞാൻ കുറച്ചും കൂടെ ഇനി യെല്ലോ കളറാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഓറഞ്ചിൽ കൂടെ മിക്സ് ആവുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ആ കളറിന് കുറച്ചും കൂടി ഒരു ഡാർക്ക് ഷെയ്ഡ് കിട്ടും. അങ്ങനെയാണ് ഞാനത് ചെയ്യുന്നത്. പിന്നെ ഇത് ചെയ്ത് അപ്പം തന്നെ നമുക്ക് എല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ച് വെക്കാനായിട്ട് നോക്കണ്ട. സ്കെച്ച് അല്ലെങ്കിൽ മറ്റുള്ള കളേഴ്സ് ആകുമ്പോൾ അപ്പുറം ഇപ്പുറമൊക്കെ പരന്ന് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതൊരു വൈറ്റ് കളറിലുള്ള ഫ്ലവറാണ്, അതിൻ്റെ ഭംഗി പോവും. അപ്പോൾ കുറച്ചൊന്ന് വെച്ചിട്ട് ഉണങ്ങി സെറ്റായിട്ട് നമുക്ക് ഇതിനെ അസംബിൾ ചെയ്യാനായിട്ട് നോക്കാം. ഇനി ഓറഞ്ച് കളർ കുറവാന്ന് തോന്നുകയാണെങ്കിൽ ഒന്നും കൂടി ഒന്ന് ഡാർക്ക് ആക്കിയിട്ട് കൊടുക്കാം. നമുക്ക് അസംബിൾ ചെയ്യാം. അപ്പോൾ ഒരു ഫ്ലവറിൻ്റെ ഒരു പെറ്റലിൻ്റെ മേലെയായിട്ടാണ് അടുത്ത പെറ്റൽ വരുന്നത്. എല്ലാം കൂടെ ഇങ്ങനെ പരന്നിരിക്കുന്ന പോലെയല്ല വരുന്നത്. അപ്പോൾ ഒരു ചെറുതായിട്ട് ഇങ്ങനെ ഒരു ചുളുക്കുള്ള പോലെ നമുക്ക് കാണുമ്പോൾ ഫീൽ ചെയ്യും. അപ്പോൾ വെക്കുമ്പോൾ തന്നെ ഇങ്ങനെ വെച്ചിട്ട് അതിനെ ചുറ്റാനായിട്ട് നോക്കാം. ഇപ്പോൾ ഞാൻ കുറച്ചൊരു വലിയ ഫ്ലവറായിട്ടാണ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ എന്നാലാണ് നമുക്കൊരു നിങ്ങൾക്ക് കാണുമ്പോൾ അത് മനസ്സിലാവുള്ളൂ അത് എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് കേട്ടോ. സ്റ്റിച്ചസ് അപ്പോൾ നമുക്കിനി ഇപ്പോൾ ഞാൻ 15 സ്റ്റിച്ചിൽ ചെയ്ത് തുടങ്ങിയതാണ്. നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചെറിയ ഫ്ലവറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ചെറുതാക്കിയിട്ട് ചെയ്യാം. അപ്പോൾ അതൊരു 8 സ്റ്റിച്ചിലോ അങ്ങനെയൊക്കെ ചെറുതാക്കി ചെയ്യാം. അപ്പോൾ നമ്മൾ 2 സിംഗിൾ ക്രോഷ്യ 2 ഹാഫ് ഡബിൾ ക്രോഷ്യ ഒക്കെ ചെയ്തതിന് നമുക്ക് ഒന്നും കൂടി നമ്പർ ഒരെണ്ണാക്കാം. അങ്ങനെ കുറച്ച് കൊണ്ടുവരാനായിട്ട് നോക്കാം കേട്ടോ. ഇതാവുമ്പോൾ ഈ ഒരു സൈസിലുള്ള ഫ്ലവറാണ് കിട്ടുന്നത്. ചെറുത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചെറുതാക്കി ചെയ്യാം. പിന്നെ ഹുക്ക് സൈസ് നമുക്കൊന്നും കൂടി കുറയ്ക്കാം, അല്ലെങ്കിൽ ത്രെഡ് വളരെ ചെറിയ ത്രെഡ് യൂസ് ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടിയൊക്കെ ഒന്ന് ചെറിയ ഫ്ലവറായിട്ട് നമുക്ക് കിട്ടും. ഇതിപ്പോൾ നമുക്ക് ഇതിനകത്ത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടും കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കുറച്ചും കൂടി വലിയൊരു ഫ്ലവറായിട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ വൈറ്റ് കളർ അടിയിൽ ചുറ്റി കൊടുക്കാം. പക്ഷേ ശരിക്കും അതിൻ്റെ താഴെ കുറച്ചൊരു യെല്ലോയിഷ് കളറാണ് വരുന്നത്. അതിൻ്റെ താഴേക്കാണ് വൈറ്റ് വരുന്നത് കേട്ടോ. ഇപ്പോൾ ഞാൻ അത് ചുറ്റുന്നത് മാത്രം യെല്ലോ ഉപയോഗിക്കുന്നില്ല.
അത്രയും ഡാർക്കായിട്ട് വേണ്ട, ഒരു ചെറുതായിട്ട്. അപ്പോൾ നമുക്കൊരു സ്കെച്ച് ഉപയോഗിച്ച് അതിൻ്റെ ചോട്ടിൽ കുറച്ച് ഭാഗത്തൊന്ന് യെല്ലോ കളറ് ചെയ്ത് കൊടുക്കാം. പിന്നെ താഴോട്ട് വൈറ്റ് കളർ തന്നെയാണ് വരുന്നത് കേട്ടോ. ഇനി ഇതിൻ്റെ ഫ്ലവർ സെറ്റായിട്ട് ഇനി നിങ്ങൾക്ക് ലീഫ് വേണം, ഇത് ഡെക്കറേറ്റീവ് ആയിട്ട് ഉപയോഗിക്കാനാണെങ്കിൽ ലീഫ് വേണം എന്നാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് അടുത്ത വീഡിയോ ചെയ്യാനായിട്ട് എനിക്ക് പ്രചോദനമായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഫ്ലവർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.